നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്ന വാർത്തയാണ്. അത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അൽ നസർ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. അവരുടെ കോച്ച് സ്റ്റെഫാനോ പിയോളിയെ ഒഴിവാക്കിയിരിക്കുന്നു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അൽ നസർ പറയുന്നത് ഇങ്ങനെയാണ്: അൽ നസർ ക്ലബ്ബ് കമ്പനി ഇൻഫോംസ് ദാറ്റ് മിസ്റ്റർ പിയോളി ആൻഡ് ഹിസ് സ്റ്റാഫ് ആർ നോ മോർ ദി ആക്ടിംഗ് കോച്ചിങ് സ്റ്റാഫ് ഓഫ് ദി ഫസ്റ്റ് ടീം. അപ്പോൾ അവർ ഇനി കോച്ചിങ് സ്റ്റാഫ് അല്ല, അൽ നസറിൻ്റെ ഫസ്റ്റ് ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫ് അല്ല. സ്റ്റെഫാനോ പിയോലി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ ഇനി അൽ നസർ ടീമിൻ്റെ ഭാഗമല്ല എന്ന് ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിയോളിക്ക് എല്ലാവിധ നന്ദിയും പറയുന്നു, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനും എല്ലാവിധ നന്ദിയും പറയുന്നു. കഴിഞ്ഞ സീസണിൽ അവർ അൽ നസറിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിയും പറഞ്ഞ് അവരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ ഒന്നും അൽ നസറിന് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലൂയിസ് കാസ്ട്രോയെ പുറത്താക്കി സ്റ്റെഫാനോ പിയോളിയെ കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നെങ്കിലും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത കോച്ച് എന്നതാണ് ആരാധകർക്ക് അദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം. അതുതന്നെയാണ് പിന്നീട് സംഭവിച്ചതും. അൽ നസറിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും സ്റ്റെഫാനോ പിയോളിയുടെ കീഴിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പോഴിത് അവർ കോച്ചിനെ പുറത്താക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.